അനുഷ്ക, രിത്തിക, സുകന്യ സഹോദരികളായിരുന്നു. അവരുടെ അച്ഛനും അമ്മയും കുറച്ചാൾ മുമ്പാണ് മരിച്ചുപോയത്. 3 പേരും ഒരു ഫാക്ടറിയിൽ തന്നെ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അവിടുത്തെ മുതലാളികളുടെ 3 മക്കൾക്ക് അവര് 3 പേരോടും സ്നേഹമാകും. ഒരു ദിവസം, ഏയ് സുകന്യ, എത്രയും പെട്ടെന്ന് തന്നെ കല്യാണം കഴിക്കേ, എന്നിട്ട് എൻ്റെ വധുവായി വീട്ടിലേക്ക് വരൂ. എന്താ നീ അങ്ങനെ ചെയ്യില്ലേ? അനുഷ, എനിക്ക് നിന്നെ കല്യാണം കഴിക്കണമെന്നുണ്ട്. പക്ഷെ നിങ്ങൾക്കറിയാലോ, ഞങ്ങൾ അനാഥരുമാണ്, പാവപ്പെട്ടവരുമാണെന്ന്. നിങ്ങളുടെ അമ്മയും അനീത്തിയും ഒക്കെ സമ്മതിക്കുവോ? അവര് 3 പേരും പിന്നെ വീട്ടിൽ പോയിട്ട് അമ്മയോട് കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾക്ക് എന്താ പ്രാന്ത് പിടിച്ചിരിക്കണ? അനാഥരുമാണ്, അതിന്റെ കൂട്ടത്തിൽ പൈസ ഇല്ല. പക്ഷെ 3 പേരും വാശിയിൽ തന്നെയായിരുന്നു. അവസാനം ഗായത്രിക്ക് പിള്ളേരുടെ മുമ്പിൽ തല കുനിക്കേണ്ടി വന്നു. അങ്ങനെ അവര് 3 പേരും കല്യാണം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു. 3 പേര് അമ്മ തയ്ച്ച ലെഹങ്ക ഇട്ടുകൊണ്ടാണ് വീട്ടിലേക്ക് വന്നത്. ആ ലെഹങ്ക അവരുടെ അമ്മ അവർക്ക് വേണ്ടി കല്യാണത്തിന് തയ്ച്ചു വെച്ചിരുന്നതാണ്. ഗൃഹപ്രവേശം ചെയ്യുന്നതിന് സമയത്ത് ഗായത്രിയുടെ അപ്പുറത്തെ വീട്ടിലെ ചേച്ചി, എന്റെ ഗായത്രി, നിന്റെ മരുമക്കളെ പാവപ്പെട്ടവരാണെങ്കിലും അനാഥരാണെങ്കിലും ഒരു ജോഡിയിൽ വന്നാണെങ്കിലും സുന്ദരികളാ. എന്റെ മക്കൾ എന്താ നല്ല ഭംഗിയുള്ളവരല്ലേ? എന്റെ മക്കൾ ഇവരെ കല്യാണം കഴിച്ചപ്പോഴാണ് ഇവരുടെ ഭാഗ്യം തെളിഞ്ഞത്. ഒരു 5ന്റെ സ്ത്രീധനം ഞങ്ങള് ചോദിച്ചിട്ടില്ല. ഒറ്റ ലെഹങ്ക ഇട്ടോണ്ടാണ് വീട്ടിലേക്ക് വന്നത്. വേറെ എന്തേലും കൊണ്ടുവന്നിട്ടുണ്ടോ അവര്? ഗായത്രി, മിണ്ടാതിരി. ഇന്ന് തന്നെ എല്ലാ പോരും ഉടുക്കോ നീ? അടുത്ത ദിവസത്തേക്കും കൂടെ എന്തെങ്കിലുമൊക്കെ ബാക്കി വെക്കുന്നേ. പിള്ളേരുടെ സന്തോഷത്തിന് ഗായത്രി 3 പേരെയും കല്യാണം കഴിക്കാൻ സമ്മതിച്ചെങ്കിൽ പോലും അവൾക്ക് തീരെ അവരെ പിടിച്ചിട്ടില്ലായിരുന്നു. ഇഷ്ടമല്ലാതെ തന്നെ അവരെ ഗൃഹപ്രവേശം ചെയ്യിക്കും. അവരെ അകത്ത് ക്ഷണിച്ചു കഴിയുമ്പോ പറയും, 3 മരുമക്കളും പോയിട്ട് പെട്ടെന്ന് പോയി ഉടുപ്പൊക്കെ മാറിയിട്ട് വന്നേ. മൂത്ത മരുമകൾ അനൂഷ, അടുക്കളയിൽ പോയിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ചായ ഉണ്ടാക്കിക്കൊണ്ട് വാ. ഇന്നെനിക്ക് വല്ലാത്ത ക്ഷീണമാണ്. നടുക്കലത്തെ ഋത്തിക, നീ പോയിട്ട് തുണി കഴുകു. ഇളയളുടെ പേരെന്തായിരുന്നു? സുകന്യ, നീ വീട് മുഴുവൻ വൃത്തിയാക്കണം. ഇതെന്തു ഗായത്രി, വന്ന ഉടനെ പിള്ളേരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കണേ? ഒരു ദിവസം ഒരു റെസ്റ്റ് എടുക്കട്ടെ. അമ്മേ, അമ്മായി പറഞ്ഞത് വളരെ ശരിയാ. ഇത് കൊള്ളാലോ ചേട്ടാ. ചേട്ടത്തിമാര് വന്നതേ ഉള്ളൂ, അപ്പോഴേക്ക് അവരുടെ അടിമകളായി മാറിയോ? സഞ്ജന, മുതിർന്നവരോട് ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്? മിണ്ടായിരിക്കടാ, അവള് ശരിയല്ലേ പറഞ്ഞത്? കല്യാണം കഴിച്ചപ്പോഴേക്കും അവരുടെ അടിമകളായി അവര്. പിന്നെ ഇവര് ജോലി ചെയ്യണ്ടേ ഇവിടെ? ചെയ്യാണ്ടിരിക്കാൻ ഇവരുടെ അച്ഛനും അമ്മയും ഇവിടെ ഒരുപാട് കമഴ്ത്തി തന്നിട്ടൊന്നും ഇല്ലല്ലോ അല്ലേ? ഇവിടെ അങ്ങനെ ചുമ്മാ ഇരിക്കാൻ പറ്റത്തില്ല. കൂടുതൽ അങ്ങ് സ്നേഹിക്കാൻ നിക്കല്ലേ. 3 പേരും ഇവിടെ എന്തു വായി നോക്കി നിക്കുക? പോയി പറഞ്ഞ ജോലി അങ്ങോട്ട് ചെയ്തേ. 3 മരുമക്കളും അവരവരുടെ ഉടുപ്പൊക്കെ ഊരി വേറെ ഡ്രസ് ഇടും. ആ ലെഹങ്ക അവർ അലമാരയിൽ വെക്കും. കുറച്ചേരം കഴിയുമ്പോ അനൂഷ എല്ലാവർക്കും ചായ ഉണ്ടാക്കി കൊടുക്കും. മോളെ, ചായ നല്ലതാണല്ലോ. എന്തോന്ന് നല്ലതെന്ന്? ഒരു വാട്ട വെള്ളം പോലെ ഇരിക്കുന്നു, കടുപ്പം പോലും ഇല്ല. ഇതിനേക്കാളും നല്ലത് എന്റെ മോള് സഞ്ജന ഉണ്ടാക്കുമല്ലോ. അടുത്ത ദിവസം ഗായത്രി വേലക്കാരിയോട് പറയുകയാണ്, നാളെ തൊട്ടേ നീ ജോലിക്ക് വരേണ്ട ഒരാവശ്യമില്ല. എനിക്ക് 3 മരുമക്കളുണ്ട്, അവര് ഈ വീട്ടിലെ ജോലി ചെയ്തോളും. ഇത് പറഞ്ഞ് ഗായത്രി അവിടെ നിന്ന് പോയി. അമ്മായിയമ്മയും അനിയത്തിയും കൂടെ ചേർന്ന് ഈ 3 പേരെ കൊണ്ട് ഒരുപാട് ജോലി ചെയ്യിപ്പിക്കാൻ തുടങ്ങി. 3 പേർക്കും ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ കൊടുത്തു. അനൂഷയ്ക്ക് വീട് വൃത്തിയാക്കാനും, ഋതികയ്ക്ക് ആഹാരം വെക്കാനും, സുകന്യയ്ക്ക് തുണി കഴുകലും. 3 പേരും നല്ല രീതിയിൽ ജോലിയൊക്കെ ചെയ്യും. എന്നാൽ ജോലി ചെയ്താൽ പോലും അമ്മായിയമ്മയും അനിയത്തിയും കുറ്റം പറയുമായിരുന്നു. ഒന്ന് നോക്കിക്കേ, 3 പേരും AC-യുടെ കാറ്റ് കൊള്ളുവാണ്. ഈ പാവപ്പെട്ടവർക്ക് വീട്ടില് ചെറിയ ഫാൻ എങ്കിലും ഉണ്ടോ? എന്നിട്ട് ഇവിടെ വന്നപ്പോ ഇവിടത്തെ സുഖസൗകര്യങ്ങൾ കണ്ടപ്പോ 3 പേർക്ക് ഇളകിക്കിടക്കുക. 3 പേരും അമ്മായിയമ്മ പറഞ്ഞ കാര്യം കേട്ട് റൂമിൽ പോയി കരയാൻ തുടങ്ങും. വീട്ടിലെ ജോലി മുഴുവൻ ചെയ്യും. എപ്പോഴും എന്താഗ്രഹിച്ചാൽ അത് കയ്യിൽ കൊണ്ടേ കൊടുക്കും. എന്നിട്ട് നമ്മളെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മുടെ അമ്മ മരിച്ചപ്പോ ഞാൻ കരുതിയത് നമ്മൾ പോകുന്ന വീട്ടിലെ അമ്മ നമ്മളെ നന്നായി നോക്കുമെന്ന്. പക്ഷെ ഇവിടുത്തെ അമ്മയ്ക്ക് നമ്മളെ ഒട്ടും ഇഷ്ടമല്ല. നമ്മുടെ വിധി എന്താണോ അതേ നടക്കൂ, അതേ നടക്കൂ. നമ്മൾ പാവപ്പെട്ടവരായത് നമ്മുടെ തെറ്റാണോ? നമ്മുടെ അമ്മ നമുക്ക് വേണ്ടി ആ ലെഹങ്ക ഉണ്ടാക്കി എത്രയോ നാളു മുമ്പ് വെച്ചതാ. ആ ലെഹങ്ക കാണുമ്പോ നമ്മുടെ അമ്മേനെ നമുക്ക് ഓർമ്മ തന്നെ. 3 പേരും അലമാരയിൽ നിന്നും അവരുടെ ലെഹങ്ക എടുത്തിട്ട് കെട്ടിപ്പിടിച്ച് കരയും. കരയുന്ന സമയത്ത് അവരുടെ കണ്ണുനീര് ആ ലെഹങ്കയിലോട്ട് വീഴും. അപ്പോഴേക്കും ലെഹങ്ക ഒരെണ്ണം സ്വർണത്തിന്റെയും ഒരെണ്ണം വെള്ളിയുടെയും ഒരെണ്ണം വജ്രമായി മാറും. ഇത് കണ്ട് 3 പേരും ഞെട്ടിപ്പോകും. ഇതെങ്ങനെ സംഭവിച്ചു? നമ്മുടെ സാധാരണ ലെഹങ്ക സ്വർണം, വജ്രം, വെള്ളിയുടേത് എങ്ങനെ ആയിട്ട് മാറി? ഇതെനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ സുകന്യ. ചേച്ചി, എനിക്ക് പേടിയാവുന്നു. ഇവിടെ ഭൂതം പ്രേതമൊന്നും ഇല്ലല്ലോ അല്ലേ? മാന്ത്രിക ലെഹങ്കയിൽ നിന്നും ഒരു ശബ്ദം കേൾക്കും. ഞങ്ങൾ 3 മാന്ത്രിക ലെഹങ്കകളാണ്. നിങ്ങൾ ഞങ്ങളോട് എന്ത് ചോദിച്ചാലും അത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പക്ഷെ അതെങ്ങനെ സംഭവിച്ചു?
ഇതിലെങ്ങനെ മായാജാലം വന്നു? ഒരു ദിവസം വിശന്നു വലഞ്ഞു വന്ന ഒരു മഹർഷിക്ക് നിങ്ങളുടെ അമ്മ ഭക്ഷണം കൊടുത്തു. എന്നിട്ട് ദിവസം മുഴുവൻ പട്ടിണി കിടന്നു. ഇത് കണ്ട് അടുത്ത ദിവസം മഹർഷി ഒരു മാന്ത്രിക നൂല് നിങ്ങളുടെ അമ്മയ്ക്ക് കൊടുത്തിട്ട് പറഞ്ഞു, മകളെ, ഇതുപയോഗിച്ച് നിങ്ങളുടെ 3 പെൺകുട്ടികൾക്കും കല്യാണ വസ്ത്രങ്ങൾ ഉണ്ടാക്കുക. അവർ ദുഃഖത്തിലാവുന്ന ദിവസം, അവരുടെ കണ്ണുനീർ തുള്ളികൾ ഈ വസ്ത്രത്തിൽ വീഴുന്ന ദിവസം, ആ ദിവസം അവരുടെ എല്ലാ ദുഃഖങ്ങളും മാറുന്നതാണ്. ഇന്ന് നിങ്ങളുടെ കണ്ണുനീർ തുള്ളികൾ ഞങ്ങളുടെ മേലിൽ വീണതോടെ ഞങ്ങൾ മാന്ത്രിക ലഹങ്കയായി. ഇത് കേട്ട് 3 പേര് സന്തോഷിക്കും. അനുഷ പറയും ഞങ്ങൾക്കതൊന്നും അനുഭവിക്കണമെന്ന്. ആണോ? ഞങ്ങള് നിങ്ങൾ പറയണത് ശരിയാണെന്ന് എങ്ങനെ വിശ്വസിക്കും? എനിക്ക് പിസ്സ കഴിക്കാൻ നല്ല കൊതിയാവുന്നുണ്ട്. നിന്റെ മായാജലം വെച്ച് ഞങ്ങൾക്ക് തരാമോ? കോൾഡ് ഡ്രിങ്കും വേണം. അയ്യോ, ഇത് വളരെ ചെറിയ കാര്യമല്ലേ? ഒരു നിമിഷത്തിൽ തന്നെ അവരുടെ മുമ്പിൽ പിസ്സയും കോൾഡ് ഡ്രിങ്കും വരും. 3 പേർക്കും സന്തോഷമായി. ഒരു ദിവസം അമ്മയും അനിതയും കൂടെ ഷോപ്പിങ്ങിന് പോവായിരുന്നു. ഞങ്ങള് 2 പേരും ഷോപ്പിങ്ങിന് പോവാണ്. ഞങ്ങൾ ഇത്തിരി വൈകും വരാൻ. വീട്ടിലെ എല്ലാ ജോലികളും ചെയ്തിട്ട് വേണം ഇരിക്കാൻ. ആ, പിന്നെ മാർക്കറ്റിൽ പോയിട്ട് പച്ചക്കറി വാങ്ങിച്ചു വെച്ചേക്കണം. ശരി അമ്മ. എന്റെ മായാജല ലഹങ്കേ, ചെല്ല് വീട്ടിലെ എല്ലാം ജോലിയും ചെയ്തിട്ട് വായോ. എന്റെ മായാജല ലഹങ്കേ, പോയി പാത്രമൊക്കെ കഴുകിയിട്ട് വരുവോ. എന്റെ മായാജല ലഹങ്കേ, നല്ല രുചിയുള്ള ആഹാരം ഉണ്ടാക്കിക്കേ. ആ, പിന്നെ ഒരുപാട് പലഹാരങ്ങളും വേണം. ഇവര് 3 പേരും പറഞ്ഞു കഴിയുമ്പോൾ മായാജാലമായ ലഹങ്ക അവരുടെ എല്ലാ ജോലികളും തീർക്കും. 3 മണിക്കൂർ കഴിയുമ്പോൾ അവര് 2 പേരും തിരിച്ചു വീട്ടിലെത്തും. ഒരു രാത്രി അവരുടെ വീട്ടിൽ 3 കള്ളന്മാര് കക്കാനായിട്ട് വരും. അവിടുത്തെ ലോക്കർ ബുദ്ധി പ്രയോഗിച്ച് തുറക്കുകയും ചെയ്യും. ആ ശബ്ദം കേൾക്കുമ്പോൾ സഞ്ജനയും ഗായത്രിയും എണീക്കും. അവര് 2 പേരും ഒച്ചത്തിൽ നിലവിളിക്കും, മായാജാല ലഹങ്കേ, പെട്ടെന്ന് പോയി മായാജാലം കാണിക്കുന്നിന്റെ ആ കള്ളന്മാരെ ഓടിക്ക്. 3 മായാജാല ലഹങ്ക അലമാരയിൽ നിന്നും പുറത്തേക്ക് വന്ന് ആ കള്ളന്മാരെ ഇടിച്ച് റൊട്ടിയാകും. പോലീസ് അവരെ പിടിച്ചോണ്ട് പോവുകയും ചെയ്യും. 3 മരുമക്കളുടെ ധൈര്യം കണ്ട് ഗായത്രിക്കും സഞ്ജനയ്ക്കും തെറ്റ് മനസ്സിലാവും. 3 മരുമക്കളും നടന്ന കാര്യങ്ങൾ പറയും. അവർക്കെല്ലാവർക്കും ഒരുപാട് സന്തോഷമായി. അവരങ്ങനെ എല്ലാരും സന്തോഷമായി ജീവിക്കാൻ തുടങ്ങി. കൊള്ളാലോ ജ്യോതി, ഇന്ന് നീ ജോലിക്ക് നേരത്തെ വന്നല്ലോ. ഇപ്പൊ നീ നേരത്തെയാണല്ലോ ജോലിക്ക് വന്നേ. അതുകൊണ്ട് നന്നായി, എന്റെ ജോലിയൊക്കെ പെട്ടെന്ന് കഴിയുമല്ലോ. അതെ ചേച്ചി, ചേച്ചിക്ക് അറിയാലോ എന്റെ കല്യാണം നിശ്ചയിച്ചു. അമ്മയ്ക്ക് ചെറിയ വയ്യായികയുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് ജോലി തീർത്ത് വീട്ടിലോട്ട് പോകും. പിന്നെ അച്ഛന് ആഹാരം ഉണ്ടാക്കി കൊടുക്കണ്ടേ. ശരി, ഒരു കാര്യം ചെയ്യ്, പാർലർ തുറന്ന് അടിച്ചു വാരി ഇടൂ കേട്ടോ. പിന്നീട് ഇവിടെ വന്ന് വൃത്തിയാക്ക്. ഇന്ന് ബ്രൈഡൽ ബുക്കിംഗ് എടുക്കണം, കസ്റ്റമർ ഇപ്പൊ വരും. ശരി ചേച്ചി. ജ്യോതി മോനിക്കയുടെ വീട്ടിൽ ജോലി ചെയ്യുന്നു. മോനിക്ക വീട്ടിൽ തന്നെ ഒരു ബ്യൂട്ടി പാർലർ തുറന്നിരുന്നു. വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ടു പോകുന്നു. മോനിക്കയുടെ അവിടെ ഒരുപാട് കസ്റ്റമേഴ്സ് വരും. അതിൽ സുധ എന്ന് പറയുന്ന ഒരു ലേഡി, അവരെപ്പോഴും മോനിക്കയുടെ ബ്യൂട്ടി പാർലറിൽ വരുമായിരുന്നു. അതുകൊണ്ട് മോനിക്ക സുധയുടെ നല്ലൊരു കൂട്ടുകാരിയായി മാറി. സുധ ചേച്ചി, വെള്ളം. ആ തന്നേരെ. പിന്നെ നീ കുളിച്ചിട്ടല്ലേ വന്നത്? എനിക്ക് വ്രതം ഉള്ളതാണ്. അശുദ്ധിയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ എന്റെ വ്രതം മുടങ്ങി പോകുമതാ. ചേച്ചി, ഞാൻ കുളിച്ചിട്ടാ വന്നേ. ഇന്ന് എനിക്കും വ്രതമുണ്ട് ചേച്ചി. ജ്യോതി, ചെല്ല്, ചായ ഉണ്ടാക്കിട്ട് വാ. സുധ, നീ ഇരിക്ക്. ഞാനേ ഒരു കസ്റ്റമർ വന്നിട്ടുണ്ട്, നോക്കിയിട്ട് വരാം. ഷാലി, റീമ, നിങ്ങൾ ക്ലയന്റിന്റെ അടുത്ത് പോകും, ഞാൻ വരാം. നീ സമാധാനത്തോടെ മേക്കപ്പ് ചെയ്യിച്ചേല്. ബുധനാഴ്ച വന്ന് ഞാൻ എന്റെ ത്രെഡിങ് ചെയ്യിപ്പിച്ചോളാം. അതേ ദിവസം വന്ന് ബ്ലീച്ച് ഫേഷ്യലും ചെയ്യാം. ഈ വരുന്ന വെള്ളിയാഴ്ച എന്റെ കസിന്റെ കല്യാണം, അപ്പൊ അറിയാലോ, അതുകൊണ്ട് ഞാൻ വന്ന് ചെയ്യിപ്പിച്ചോളാം. നല്ലൊരു മേക്കപ്പും ഹെയർ സ്റ്റൈലും കൂടെ ചെയ്തു തന്നേക്കണം. അതിനെന്താ, ചെയ്യാലോ. തുടർച്ചയായ 2-3 ദിവസം അവൾ പാർലറിൽ വന്നു. കാരണം വീട്ടിൽ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അതിന്റെ ഇടയ്ക്ക് ജ്യോതിയും ജോലിക്ക് വരും. മോനിക്ക ചേച്ചി, കല്യാണപ്പെണ്ണിന്റെ മേക്കപ്പിന് ഒരുപാട് പൈസയാകുമല്ലേ? അതെ, നല്ല പൈസയാകും. പക്ഷെ നീ എന്തിനാ ചോദിക്കുന്നേ? ടെൻഷൻ അടിക്കണ്ട, നിന്റെ മേക്കപ്പ് ഞാൻ ചെയ്തു തന്നോളാം. കല്യാണത്തിന് ഇനിയും സമയമില്ലേ? അതെ ചേച്ചി, കല്യാണത്തിന് ഇനിയും സമയമുണ്ട്. താങ്ക് യു ചേച്ചി. നിങ്ങൾ എന്നെ കല്യാണപ്പെണ്ണായിട്ട് ഒരുക്കണേ. ഈ കാര്യം ഞാൻ അമ്മോടും പറഞ്ഞു. ശരി ചേച്ചി, ഞാൻ ചായ ഉണ്ടാക്കിക്കൊണ്ട് വരാം. രാവിലെ തൊട്ട് ജോലി ചെയ്യല്ലേ, ക്ഷീണമായി കാണുമല്ലോ. മോനിക്കയുടെ കൂട്ടുകാരി സുധ ഇതെല്ലാം കേട്ടോണ്ടിരിക്കുകയായിരുന്നു. ഇതെന്താ മോനിക്ക, ഞാൻ കേട്ടത് സത്യാണോ? ജ്യോതിയുടെ കല്യാണമാണോ? അതെ, ഈ മാസം 15-ാം തീയതിയാണ് അവളുടെ കല്യാണം. ഞാനാണ് ഇവളുടെ ബ്രൈഡൽ മേക്കപ്പ് ചെയ്യുന്നത്. അവൾക്ക് ഭയങ്കര ആഗ്രഹമാണ് ഞാൻ തന്നെ മേക്കപ്പ് ചെയ്യണമെന്ന്. നിനക്കെന്താ വട്ടായോ? തലയ്ക്ക് വല്ല പ്രാന്തുണ്ടോ? ഇത്രയും വില കൂടിയ പ്രൊഡക്ട്സ് വെറുതെ അവളുടെ മുഖത്തിട്ട് കൊടുക്കണോ? അവളൊരു വേലക്കാരിയാണ്. നിനക്ക് നാണോ ഇല്ലേ അവളുടെ മുഖത്ത് മേക്കപ്പ് ചെയ്യാൻ?
നീ ശരിക്കൊരു പാവമാണ്. ശരിക്കും പറഞ്ഞ വേലക്കാരികളൊക്കെ ഭയങ്കര സാധനമാ. പാവപ്പെട്ടതാന്ന് കാണിക്കാൻ വേണ്ടി നടക്കും. നിന്നെ പോലത്തെ ആൾക്കാരെയൊക്കെ വളച്ചിവര് എടുക്കും കയ്യില്. ഇല്ല ഇല്ല, അങ്ങനൊരു കാര്യമില്ല സുധാ. അവള് ശരിക്കും പാവപ്പെട്ടതാ. അവളെ കല്യാണ പെണ്ണായിട്ട് ആരൊരുക്കാനാ? എനിക്കാണെങ്കിൽ സ്വന്തമായിട്ട് ബ്യൂട്ടി പാർലർ അല്ലേ. അവൾ എന്റെ ജോലിക്കാരിയല്ലേ. അത്രയും സഹായം ഞാൻ ചെയ്യണ്ടേ അവക്ക്? ഞാൻ പറയുകയാണെങ്കിൽ ഇതുപോലെ ജോലിക്കാരെ തലേ കയറ്റി വെക്കാതിരിക്കണ നല്ലത്. നീ ചെയ്യുന്നത് തെറ്റാ. നിന്റെ അടുത്ത് അവൾ എന്തെങ്കിലും ചെയ്യുമ്പോഴേ ശരിക്കും നിനക്കത് മനസ്സിലാകൂ. മോനിക്ക ഇതെല്ലാം കേട്ട് കൂസലില്ലാതെ നിന്നു. പക്ഷെ സുധ ഇതെല്ലാം ശരിയാണെന്ന് തെളിയിക്കാൻ അവസരം തേടി നടന്നു. സുധയുടെ വീട്ടിലെ ഫംഗ്ഷനു വേണ്ടി അവൾ മോനിക്കയുടെ പാർലറിൽ ഒരുങ്ങാൻ വന്നു. മേക്കപ്പ് കിറ്റ് ഇവിടെയാ വെച്ചിരുന്നേ. രാവിലെ തൊട്ട് തപ്പുവാ, കിട്ടുന്നില്ലല്ലോ. എല്ലാ മേക്കപ്പ് പ്രൊഡക്ട്സും അതിന്റെ അകത്തായിരുന്നു. എന്തുപറ്റി മോണിക്ക? പെട്ടെന്ന് എന്നെ മേക്കപ്പ് ഒക്കെ ചെയ്ത് ഹെയർ സ്റ്റൈൽ ചെയ്ത് അങ്ങോട്ട് വിടുന്നേ. ഭർത്താവ് പുറത്ത് കാത്തിരിക്കുക കുറെ നേരമായി. നിന്റെ മേക്കപ്പ് കിറ്റ് കാണുന്നില്ല എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരില്ലായിരുന്നു. നീ എവിടെയാ വെച്ചത്? ഇവിടെന്ന് അങ്ങനെ ഒന്നും കളവ് പോവാറില്ലല്ലോ. അറിയില്ല എവിടെയാ വെച്ചേന്ന്. ഹെൽപ്പറിന്റെ അടുത്തും ചോദിച്ചു, അവർക്കും അറിയില്ല. അത് കുഴപ്പമില്ല, വേറെ മേക്കപ്പ് കിറ്റ് ഉണ്ട് എന്റെ കയ്യിൽ, അത് നോക്കാം. അതിലും മേക്കപ്പ് സാധനങ്ങളുണ്ട്, നമുക്ക് നല്ല മേക്കപ്പ് ചെയ്യാം. മോനിക്ക, ജ്യോതി എങ്ങാനും നിന്റെ മേക്കപ്പ് കിറ്റ് എടുത്തിട്ടുണ്ടോ? അവളുടെ കല്യാണമല്ലേ. അവളത് ഭർത്താവിന്റെ വീട്ടിൽ കൊണ്ടുപോകാനായിട്ട് അത് മോഷ്ടിച്ചതാണെങ്കിലോ? ഇല്ല 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 ഇല്ല, എനിക്ക് അവളെ ഭയങ്കര വിശ്വാസം. അവൾ അങ്ങനെ ചെയ്യേയില്ല. അവൾ എന്തായാലും മോഷ്ടിക്കുകയില്ല. വാ, ഞാൻ നിന്നെ മേക്കപ്പ് ചെയ്ത് തരാം. മോനിക്ക മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് സുധ മോനിക്കോട് പറഞ്ഞു, മോനിക്ക, എനിക്ക് വാഷ്റൂമിൽ പോണം. ഞാൻ പോയിട്ട് വന്നിട്ട് എന്റെ ഹെയർ സ്റ്റൈൽ നീ സെറ്റാക്കിയാ മതി. എന്റെ പേഴ്സ് ഇവിടെ വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും ക്ലയന്റ് വരുവാണെങ്കിൽ ഒന്ന് സൂക്ഷിച്ചോണേ. എന്റെ മൊബൈൽ ഫോണും ഞാൻ വെച്ചിട്ടുണ്ട് ഇവിടെ. അതെ അതെ, നീ ടെൻഷൻ ആവണ്ട. ഇന്ന് പാർലറിങ് ഒറ്റയ്ക്കാ. റീമ ഷേർലി ഇന്ന് എന്തായാലും അവധിയാണ്. സുധ വാഷ്റൂമിൽ പോകും. അപ്പോഴേക്കും അവളുടെ ഫോൺ ബെല്ലടിക്കും. അയ്യോ, സുധയുടെ അമ്മയുടെ ഓളാണല്ലോ. അവര് ഒരുങ്ങുന്ന കാര്യം ചോദിക്കാനായിരിക്കും. ഒരു കാര്യം ചെയ്യാൻ ഞാൻ അങ്ങ് എടുക്കാം. മോനിക്ക ഹെലോ പറയുന്നതിന് മുമ്പ് തന്നെ സുധയുടെ അമ്മ അവിടെന്ന് പറയും, എന്റെ സുധേ, അവിടെന്ന് വരാൻ എത്ര നേരം എടുക്കുന്ന നീ അവിടെന്ന് എടുത്തോണ്ട് വന്ന ആ മേക്കപ്പ് കിറ്റ് വെച്ച് ഞാൻ മേക്കപ്പ് ചെയ്തോട്ടെ. നമസ്കാരം ആന്റി, ഞാൻ മോനിക്കയാണ്. സുധ വാഷ്റൂമിൽ പോയേക്കുവാ. നിങ്ങൾ എന്ത് മേക്കപ്പ് കിറ്റിനെ കുറിച്ചാ പറഞ്ഞേ? ആ മോളെ, അത് പിന്നെ സുധയാണ് പറഞ്ഞേ. നീ എന്തോ മേക്കപ്പ് കിറ്റ് കൊടുത്തൂന്ന്. അതിൽ നല്ല സാധനങ്ങളുണ്ട്. എനിക്ക് അവിടെ വരാൻ പറ്റിയില്ല. സുധയ്ക്കാണെ സമയം എടുക്കുന്നുണ്ട്. അതാ പിന്നെ അതുകൊണ്ടാ ഞാൻ ചോദിക്കാൻ വിളിച്ചതാ. അതിൽ നിന്ന് ഞാനങ്ങ് മേക്കപ്പ് ചെയ്യട്ടേന്ന്. അവളോട് വരുമ്പോ പറഞ്ഞാ മതി ഒന്ന് ഫോൺ ചെയ്യാൻ. പെട്ടെന്ന് വരാൻ പറ, ധൃതിയുണ്ട് പോവാൻ. ശരി ആന്റി, ഞാൻ പറയാട്ടോ. മോനിക്കയ്ക്ക് സുധയുടെ കള്ളം മനസ്സിലായപ്പോ അവൾക്ക് നല്ലവണ്ണം ദേഷ്യം വന്നു. സുധ, അന്നത്തെ ബ്യൂട്ടി പാർലറിന്റെ പൈസയും ഇപ്പോഴത്തെ എല്ലാം കൂടെ ചേർത്ത് 6000 രൂപയായിട്ടുണ്ട്. നീ എനിക്ക് തന്നിട്ട് പോണേ, എന്നാലേ എനിക്കത് ക്ലിയർ ചെയ്യാൻ പറ്റൂ. പക്ഷെ മോനിക്ക, ഞാൻ നിന്റെ കൂട്ടുകാരിയല്ലേ. നീ എന്നോട് എപ്പോഴും പൈസ കുറവല്ലേ വാങ്ങാറ്? ഞാൻ നിന്റെ കൂട്ടുകാരിയല്ല സുധ. നീ ഒരു പാവപ്പെട്ടവളെ മോഷ്ടിച്ചെന്ന് പറഞ്ഞില്ലേ. നിനക്ക് ജ്യോതിയോട് എന്താ എത്ര ദേഷ്യം? അവളോട് എന്തിനാ ഇത്ര വെറുപ്പ് നിനക്ക്? ഇന്നു തൊട്ട് ഞാൻ നിന്റെ കൂട്ടുകാരിയല്ല. നീ നിന്റെ ഹെയർ സ്റ്റൈൽ ചെയ്തിട്ട് ഇവിടെ നിന്ന് പോയിക്കോ. ബില്ലിപ്പൊ തന്നിട്ട് പോണേ. എനിക്കെല്ലാം മനസ്സിലായി കഴിഞ്ഞു. നിന്റെ അമ്മയുടെ ഫോൺ വന്നിരുന്നു. മേക്കപ്പ് കിറ്റ് നീയാണ് മോഷ്ടിച്ചത്, എന്നിട്ട് ജ്യോതിയുടെ പേരിലിട്ടു. എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നുന്നു. ഞാൻ നിന്റെ സുഹൃത്തായേന്. പെട്ടെന്ന് ഹെയർ സ്റ്റൈൽ ചെയ്തിട്ട് ഇവിടെ നിന്ന് പൊക്കേ. സുധയുടെ മുഖം അങ്ങ് വല്ലാണ്ടായി പോകും. അന്നുവരെയുള്ള എല്ലാ പൈസയും കൊടുത്ത് അവൾ മിണ്ടാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. ജ്യോതി ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. അവക്ക് ഭയങ്കര സങ്കടം വരും. മോനിക്ക ജ്യോതികേനെ വന്ന് കെട്ടിപ്പിടിക്കും. ജ്യോതി, നീ കരയല്ലേ. അഹങ്കാരികളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് അവരുടെ മനസ്സ്. അവർക്ക് വെറുതെ കളിയാക്കാൻ മാത്രമേ അറിയൂ. ഇതൊക്കെ വിട്, മനസ്സിനെ വിഷമിപ്പിക്കാതെ. കുറച്ചു ദിവസം കഴിയുമ്പോ കല്യാണമാ. അതുകൊണ്ട് ചിരിച്ചോണ്ട് അങ്ങനെ ഇരുന്നാ മതി. നോക്കിക്കോ, ഞാൻ നല്ല അടിപൊളിയായിട്ട് ബ്രൈഡൽ മേക്കപ്പ് ചെയ്യും. നിന്റെ ഭർത്താവിന്റെ വീട്ടുകാരിങ്ങനെ നോക്കി നിൽക്കും. പിന്നെ ഞാൻ നിനക്ക് വേണ്ടി ഒരു ലെഹങ്ക വാങ്ങിയിട്ടുണ്ട്. അത് എന്റെ വക നിനക്ക് കല്യാണത്തിന്റെ സമ്മാനമാ. ചേച്ചി നല്ലൊരു മനസ്സിന്റെ ഉടമയാണ്. ദൈവം എന്നോ അനുഗ്രഹിക്കട്ടെ ചേച്ചിനെ. ജ്യോതിയുടെ കല്യാണ ദിവസം എത്തി. മോനിക്ക ജ്യോതികയ്ക്ക് വേണ്ടി അടിപൊളി ലെഹങ്ക കൊണ്ടുവന്നിരുന്നു. മോനിക്ക ജ്യോതിനെ നല്ല രീതിയിൽ തന്നെ ബ്രൈഡൽ മേക്കപ്പ് ചെയ്ത് ഒരുക്കും. ജ്യോതിയുടെ വീട്ടുകാരും ജ്യോതിയുടെ ഭർത്താവിന്റെ വീട്ടുകാരും അവളെ കല്യാണപ്പെണ്ണായിട്ട് കാണുമ്പോൾ ഒരുപാട് സന്തോഷിക്കും. ജ്യോതി മോനിക്കയെയും ഹസ്ബൻഡിനെയും കല്യാണത്തിന് ക്ഷണിക്കും. മോനിക്കയും ഹസ്ബൻഡും നല്ല പൈസക്കാര് തന്നെയാണ്. അവര് ജ്യോതിയുടെ കല്യാണത്തിന് വേണ്ടി അച്ഛനും അമ്മയ്ക്കും ഒരിച്ചിരി പൈസ കൊടുക്കും കല്യാണം നന്നായിട്ട് നടക്കാൻ. ജ്യോതി സന്തോഷത്തോടെ ഭർത്താവിന്റെ വീട്ടിൽ പോകും.
ജ്യോതിയുടെ അമ്മ സാവിത്രി മോണിക്കയുടെ വീട്ടിൽ ജോലി ചെയ്യാൻ തുടങ്ങി. അവരെപ്പോഴും ജ്യോതിയെക്കുറിച്ച് മോണിക്കയോട് പറയും. കല്യാണത്തിന്റെ ഫോട്ടോയും വീഡിയോ ഒക്കെ കാണിച്ച് സന്തോഷമായിരുന്നു. കാരണം അവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ലായിരുന്നു അവളുടെ കല്യാണം ഇതുപോലെ നന്നായി നടക്കും, അതുപോലെ സുന്ദരിയായി വിടാനും പറ്റുമെന്ന്. മോനിക്കയ്ക്ക് ഒരുപാട് സന്തോഷമാവും ജ്യോതി ഭർത്താവിന്റെ വീട്ടിൽ സന്തോഷമായി ജീവിക്കുന്നു എന്നറിയുമ്പോൾ. Thanks for watching.